ഞങ്ങൾ ഒരിക്കൽ ജപ്പാനിൽ ഒരു ട്രെയിൻ ട്രാവൽ ചെയ്യുകയായിരുന്നു. അങ്ങനെ യാത്രയുടെ ഭാഗമായി ഞങ്ങൾ ഒരു സ്റ്റേഷനിൽ കയറിയിട്ട് ഞങ്ങളുടെ ലഗേജ് അവിടെ മുകളിലെടുത്തു വെച്ചു. ലഗേജ് വെച്ച് കൈ പുറത്തേക്ക് എടുത്തപ്പോൾ കൈ നിറയെ പൊടിയായി. ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ ആ വഴി ഒരു ലേഡി അറ്റൻഡർ നടന്നു പോകുന്നുണ്ടായിരുന്നു. എന്റെ കൂടെയുള്ള വ്യക്തി അവരോട് നിങ്ങൾ ഇത് നോക്കൂ എന്താണ് എന്ന് ചോദിച്ചു. സോറി എന്ന് പറഞ്ഞ് അവർ പോയി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ലാൽ നോക്കിക്കോ, ഇതിന് ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് ഭയങ്കരമായി സോറി പറയുമെന്ന്. ആരും വരാൻ പോകുന്നില്ല എന്നായിരുന്നു എന്റെ മറുപടി. കാരണം അതിന്റെ മുകളിൽ ശകലം പൊടിയുണ്ടായി എന്നതിന്റെ പേരിൽ ആരും വരാൻ പോകില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല, കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്റ്റേഷനിലെ സീനിയറായ ഒരു സൂപ്പർവൈസർ വന്ന് ഞങ്ങളുടെ അടുത്ത് മുട്ടിൽ ഇരുന്ന് അയാൾ 5 മിനിറ്റ് ഞങ്ങളോട് സോറി പറഞ്ഞു. ഐ ആം വെരി സോറി, ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നായിരുന്നു, ഞങ്ങളത് നോക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. കാര്യം അയാൾക്കത് വലിയ ഷെയിം ആണ്. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് പെർഫെക്റ്റ് ആയി ചെയ്തില്ല എന്ന് ഒരാൾ പറയുമ്പോൾ അയാളോട് ദേഷ്യമല്ല വേണ്ടത്. ഞാൻ കാരണം അത് നടന്നില്ല, അതിന്റെ സങ്കടം മാനിക്കേണ്ടേ, ഇതൊക്കെയാണ് തോന്നേണ്ടത്. അത് എനിക്ക് വലിയൊരു റെവലേഷൻ ആയിരുന്നു. കാരണം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ജോലി നമ്മൾ വൃത്തിയായി ചെയ്തില്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അയാളോട് ദേഷ്യമാണ് പലർക്കും ഉണ്ടാകുക. പക്ഷെ ഇത് അവർക്കൊരു ഷെയിം ആണ് ഉണ്ടായത്. നമ്മൾ എന്ത് ചെയ്യുന്നു അത് നന്നായി ചെയ്യുക. തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക, മോഹൻലാൽ പറഞ്ഞു.